നമ്മൾ പുതുതായിട്ടൊരു മൊറോക്കൻ മിഡ്ഫീൽഡറെ സൈൻ ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു സൈനിങ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ സിസ്റ്റത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഫോറിൻ പ്ലെയർ മസ്റ്റായിട്ട് വേണം. സോ വി സൈൻ കരീം ബെനാരിഫ്. ആളത്ര സ്റ്റാർ പ്ലെയർ ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു സൈനിങ് ആവശ്യമായിരുന്നു. വെസ്റ്റ്വുഡ് ഡബിൾ പിവറ്റ് വെച്ചിട്ട് മിഡ്ഫീൽഡ് കളിപ്പിക്കുമ്പോൾ ഒരാൾ ഡിസ്ട്രോയർ റോളിലും മറ്റൊരാൾ ഗെയിം കൺട്രോൾ ചെയ്യണം. ലേറ്റർ റോളിലായിരിക്കും ബെനാരിഫ് നമുക്ക് വേണ്ടി കളിക്കുക. ആളൊരു ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറാണ്. ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്ത് ഡിഫൻസ് അറ്റാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യും. ബെനാരിഫ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുക. 1 കൺട്രോൾ, പ്രഷറിനിടയിലും പാനിക് ആവാതെ ഗെയിം കൂളായി കൺട്രോൾ ചെയ്യും. 2 സ്ട്രക്ചർ, ടീം ഷേപ്പ് നഷ്ടമാകാതെ ഓർഗനൈസ് ചെയ്ത് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. 3 ട്രാൻസിഷൻ, ബോൾ നേടിയാൽ ക്വിക്ക് ഫോർവേഡ് പാസ് നൽകി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ എന്തുകൊണ്ട് ബെനാരിഫിന്റെ സൈനിങ് ക്രൂഷ്യൽ ആകുമെന്ന് ചോദിച്ചാൽ, വെസ്റ്റ്വുഡിന്റെ 4-4-2 സിസ്റ്റത്തിൽ മിഡ്ഫീൽഡ് ഓവർ റൺ ആവാനും ഗെയിം കൺട്രോൾ ഇല്ലാതെ ഫെയിൽ ആവാനും സാധ്യതയുണ്ട്. എന്നാൽ ബെനാരിഫ് ഇത് ഫിക്സ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓവറോൾ പറഞ്ഞാൽ വെസ്റ്റ്വുഡിന്റെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ കരീം ബെനാരിഫിന്റെ പ്രസൻസ് വളരെ നിർണായകമായിരിക്കും. എന്തായാലും ആളുടെ സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.